പോലീസ് സ്റ്റേഷൻ വരുന്നവരോടും പ്രതികളോടും മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് DGPയുടെ സർക്കുലർ ഉള്ളതല്ലേ? ഒന്നാലോചിക്കുമ്പോ മാഡം പറഞ്ഞു വളരെ ശരിയാണ്. ഉദാഹരണത്തിന് ഇതാരാണ് മാഡത്തിന്? മൈ ഹസ്ബൻഡ്. ഓ, മാഡത്തിന്റെ ഭർത്താവ് മാഡം കൂടി വൈകുന്നേരം നടക്കാറുമ്പോ ഒരു അലവലാതി വന്ന് മാഡത്തിന്റെ നിതംബത്തിൽ കരുതലം അമർത്തി എന്ന് വിചാരിക്കുക. വാട്ട്? എന്ന് വെച്ചാൽ ചന്തിക്ക് പിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഇരിക്കും പറഞ്ഞു തരട്ടെ. അപ്പൊ കണ്ടു നിൽക്കുന്ന മാഡത്തിന്റെ ഭർത്താവ് ചോദിക്കാൻ ചെല്ലും. ചോദിക്കാൻ ചെല്ലും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മൂക്കിന് നാളെ മീശോളം എന്തായാലും ചോദിക്കാൻ ചെല്ലും. അപ്പോ അലവലാതി ചോദിക്കാൻ ചെന്നതേ നിങ്ങളുടെ ഭർത്താവിനോട്ട് കൊടുത്തിട്ടുണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ ഞാൻ ഈ അലവലാതിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനുഭാവ, താങ്കൾ അന്യപുരുഷന്റെ പത്നിയായ ഈ മഹതിയുടെ നിതംബത്തിൽ കരുതലം അമർത്തിയത് അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവൃത്തിയല്ലേ? ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ വിട്ടാൽ മതിയോ? അല്ല, മാഡത്തിന് അത് മതിയായിരിക്കും. പക്ഷെ സാധാരണക്കാരൻ ഇവന് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടി, നല്ല ഇടി. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനേ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിന്റെ കൈ കിട്ടിയ നല്ല ഇടി കിട്ടുന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങിയവന്മാർ വാതിൽ കുത്തി തുറന്ന് ബലാത്സംഗം ചെയ്ത് കൊണ്ടുപോയി പോകാത്തത്. വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല. Low battery, please charge. അതോടെ വിട്ടാൽ മതിയോ? അല്ല, മാഡത്തിന് അത് Low battery, please charge.